Hi friends, respiration in plants in the MCQs നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, end products of aerobic respiration are option A water and energy, option B sugar and oxygen, option C carbon dioxide, water and energy, option D carbon dioxide and energy. നമുക്കറിയാം NCERT-യിലെ പേജ് നമ്പർ 228-ല് എയറോബിക് റെസ്പിറേഷന്റെ ഇക്വേഷൻ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ പറയുന്ന ഇതാണ്, അതായത് ഗ്ലൂക്കോസും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും ഉണ്ടാകുന്ന പ്രോസസ്സാണ് എയറോബിക് റെസ്പിറേഷനിൽ നടത്തുന്നത്. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: C6H12O6 പ്ലസ് 6O2 gives 6CO2 പ്ലസ് 6H2O പ്ലസ് എനർജി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി ആണ് റെസ്പിറേഷന്റെ എൻഡ് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ദ ഫസ്റ്റ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ ഓഫ് ഗ്ലൈക്കോളിസിസ് ഈസ് കാറ്റലൈസ്ഡ് ബൈ ഓപ്ഷൻ എ ആൽഡോളേസ്, ഓപ്ഷൻ ബി ഹെക്സോകൈനേസ്, ഓപ്ഷൻ സി ഈനോളേസ്, ഓപ്ഷൻ ഡി ഫോസ്ഫോഫ്രക്ടോകൈനേസ്. അപ്പൊ നമുക്ക് മനസ്സിലായി. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹെക്സോകൈനേസ് ആണ്. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നതാണ് ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ EMP പാത്വേയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ഹെക്സോകൈനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് NCERT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 229-ൽ കിടപ്പുണ്ട്. ഓക്കെ, സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെറ്റ് ഗെയിൻ ഓഫ് ATP മോളിക്യൂൾസ് ഡ്യൂറിംഗ് ദ എയറോബിക് റെസ്പിറേഷൻ ഈസ്. എയറോബിക് റെസ്പിറേഷനിലെ നെറ്റ് ഗെയിൻ ഓഫ് ATP മോളിക്യൂൾസ്, ടോട്ടൽ എത്ര ATP മോളിക്യൂൾസ് ഉണ്ടായി എന്നല്ല ചോദിച്ചിരിക്കുന്നത്, നെറ്റ് ഗെയിൻ ആണ്. സോ പലരും വിചാരിക്കുന്നത് ഓപ്ഷൻ ബി 38 മോളിക്യൂൾസ് ആണ് ആൻസർ എന്നാണ്. പക്ഷെ ഓപ്ഷൻ എ 36 ആണ് ആൻസർ വരുന്നത്, 48ഉം 40 ഒന്നും അല്ല. കാരണം ഞാൻ പറയാം. നമുക്കറിയാം 38 മോളിക്യൂൾസ് ആണ് ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗ്ലൈക്കോളിസിസില് NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ NADH-നെയും നമുക്ക് ATP ആക്കി മാറ്റണം. സോ ആ NADH-നെ ATP ആക്കി മാറ്റണമെങ്കിൽ ആ ഒരു NADH-നെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അത് ആ NADH ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആക്ച്വലി അവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഒക്കെ നടത്തുമ്പോഴാണ് നമുക്കറിയാം NADH-ൽ നിന്ന് ATP നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. സോ അപ്പോ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഈ പറയുന്ന NADH-നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ATP മോളിക്യൂൾസിന്റെ ആവശ്യമുണ്ട്. സോ അതിനു വേണ്ടി 2 ATP മോളിക്യൂൾസിനെയും കൂടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി 38 മോളിക്യൂൾസിൽ നിന്ന് 2 ATP പോയിട്ട് ടോട്ടൽ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 36 ആണ്. 2 ATP ഉപയോഗിക്കുന്നത് NADH-നെ, ഗ്ലൈക്കോളിസിസിൽ പ്രൊഡ്യൂസ് ചെയ്ത NADH-നെ എങ്ങോട്ടേക്ക്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, EMP ക്യാൻ പ്രൊഡ്യൂസ് എ ടോട്ടൽ ഓഫ്. EMP എന്ന് പറഞ്ഞാൽ എംടൺ, മെയർഹോഫ്, പാർനാസ്. നമുക്കറിയാം ഈ 3 സയന്റിസ്റ്റുകളാണ് ഗ്ലൈക്കോളിസിസിന്റെ സ്കീം പ്രപ്പോസ് ചെയ്തത്. സോ നമുക്ക് ഗ്ലൈക്കോളിസിസിനെ EMP പാത്വേ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം ഗ്ലൈക്കോളിസിസിൽ ടോട്ടൽ ഉണ്ടാവുന്നത് 8 ATP മോളിക്യൂൾസ് ആണ്. സോ ഓപ്ഷൻ ബി 8 ATP മോളിക്യൂൾസ് ആണ് ആൻസർ. ഓപ്ഷൻ ബി 8 ATP മോളിക്യൂൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എയറോബിക് ഓക്സിഡേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, മുമ്പേ നെറ്റ് ഗെയിൻ ചോദിച്ചിരുന്നു. നെറ്റ് ഗെയിൻ ചോദിച്ചപ്പോൾ നമുക്കറിയാം 36 ആണ് ആൻസർ. പക്ഷെ ടോട്ടലി എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 38 മോളിക്യൂൾസ് ആണ് ആൻസർ വരുന്നത്. അതായത് ഗ്ലൈക്കോളിസിസില് 8 ATP മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ലിങ്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ലിങ്ക് റിയാക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അവിടെ 2 NADH ഉണ്ടാകുന്നുണ്ട്. സോ അത് ഈൽഡ് ചെയ്ത് 6 ATP. അതുപോലെ നമ്മുടെ ക്രെബ്സ് സൈക്കിളിൽ 24 ATP. സോ ടോട്ടൽ 38 ATP മോളിക്യൂൾസ് ആണ് ഒരു മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസിന്റെ എയറോബിക് ഓക്സിഡേഷൻ വഴി ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ സി 38 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ആറാമത്തെ ക്വസ്റ്റ്യൻ, സൈറ്റ് ഓഫ് ക്രെബ്സ് സൈക്കിൾ ഇൻ മൈറ്റോകോൺട്രിയ ഈസ്. ഓക്കെ, അപ്പൊ ക്രെബ്സ് സൈക്കിള് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. സോ മൈറ്റോകോൺട്രിയയുടെ ഏത് പാർട്ടിൽ വെച്ചാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ഔട്ടർ മെംബ്രെയിൻ, ബി ഇന്നർ മെംബ്രെയിൻ,
സി ഓക്സിസോം ആൻഡ് ഡി മെട്രിക്സ്. കറക്റ്റ് ആൻസർ വരുന്നത് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് ക്രബ് സൈക്കിൾ നടക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ക്രബ് സൈക്കിൾ ഓക്സാലോ അസറ്റിക് ആസിഡ് അക്സെപ്റ്റ്സ് അസറ്റൈൽ കോഎൻസൈം എ ടു ഫോം. നമുക്കറിയാം ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. അത് സിട്രിക് ആസിഡ് ആണ്. നമുക്കറിയാം സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. മീൻസ് നമുക്ക് 3 COOH ഗ്രൂപ്പ് അതിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനെ ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ക്രബ് സൈക്കിളിനെ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോ ഓപ്ഷൻ എ സിട്രിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സിഡേഷൻ ഓഫ് 1 NADH and 1 FADH2 respectively gives rise to dash and dash molecules, dash and dash ATP molecules. അതായത് NADH-ന്റെയും FADH2-ന്റെയും ഓക്സിഡേഷൻ വഴി എത്ര ATP മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അകത്ത് നിന്ന് 3 ATP കിട്ടും. ഒരു FADH2 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 2 ATP മോളിക്യൂൾസ് ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ ബി 3 and 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മൈറ്റോകോൺട്രിയ പ്രോട്ടോൺ അക്യുമുലേറ്റ്സ് ദ. പ്രോട്ടോൺ എവിടെയാണ് ഒരു മൈറ്റോകോൺട്രിയയിൽ പ്രോട്ടോൺ എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഔട്ടർ മെമ്പറൈൻ, ഓപ്ഷൻ ബി ഇന്നർ മെമ്പറൈൻ, ഓപ്ഷൻ സി ഇന്റർ മെമ്പറൈൻ ആൻഡ് ഓപ്ഷൻ ഡി മെട്രിക്സ്. സോ പേജ് നമ്പർ 233 നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും മൈറ്റോകോൺട്രിയയുടെ ഇന്റർ മെമ്പറൈനിലാണ്. അതായത് ഔട്ടർ മെമ്പറൈന്റെയും ഇന്നർ മെമ്പറൈന്റെയും ആ ഇടയിലുള്ള സ്പേസ്, ആ സ്പേസിലാണ് പ്രോട്ടോൺ അക്യുമുലേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഇന്റർ മെമ്പറൈൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റെസ്പിറേറ്ററി കോയിഷ്യന്റ് ഇൻ അനൈറോബിക് റെസ്പിറേഷൻ ഈസ്. അനൈറോബിക് റെസ്പിറേഷന്റെ റെസ്പിറേറ്ററി കോയിഷ്യന്റ്. നമുക്കറിയാം അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ നടത്തുന്ന റെസ്പിറേഷൻ ആണ്. സോ നമുക്കറിയാം റെസ്പിറേറ്ററി കോയിഷ്യന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് CO2 ഇവോൾവഡ് ബൈ വോളിയം ഓഫ് O2 കൺസ്യൂംഡ് ആണ്. സോ ഇവിടെ ഒരു O2 കൺസ്യൂം ചെയ്യുന്നില്ല. വോളിയം ഓഫ് O2 കൺസ്യൂംഡ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് ഇസ് ഇൻഫിനിറ്റി. സോ ഓപ്ഷൻ ബി ഇൻഫിനിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാനിവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റുകളും അവരുടെ റെസ്പിറേറ്ററി കോയിഷ്യന്റും കൂടെ പറയാം. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റിന്റെ റെസ്പിറേറ്ററി കോയിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. പ്രോട്ടീനിന്റേത് 0.9 ആണ് വരുന്നത്. ട്രൈ പാൽമിറ്റിന്റേത് 0.7 ആണ്. ഓർഗാനിക് ആസിഡിനാണ് ഗ്രേറ്റർ ദാൻ 1 വരും. ഓക്കെ, ഈ ട്രൈ പാൽമിറ്റിന്റേത് 2019 നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഫാറ്റി ആസിഡിന്റെ എല്ലാം ലെസ് ദാൻ 1 ആണ്. ഓർഗാനിക് ആസിഡിന്റെ ഗ്രേറ്റർ ദാൻ 1 ആണ്. കാർബോഹൈഡ്രേറ്റിന്റേത് ഈസ് ഈക്വൽ ടു 1 ആണ്. പ്രോട്ടീന്റേത് 0.9 ആണ്. സോ ഇത്രയും റെസ്പിറേറ്ററി കോയിഷ്യന്റുകളും ഓർത്തിരിക്കുക. സോ താങ്ക് യു.